50 വർഷം പഴക്കമുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആർക്കാ സർപ്രൈസ് കൊടുക്കുന്നത് നമ്മള്? അതെ ഗൈസ്, അപ്പൊ അച്ചാച്ചക്ക് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സർപ്രൈസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് കൊടുക്കുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ പഴയ ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു. അതിപ്പോ ഏകദേശം പൊളിഞ്ഞു തീരാറേ. അപ്പൊ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം എന്തോ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും അച്ചാച്ചക്ക് എത്ര വയസ്സുണ്ടെന്നറിയില്ല, അതായത് 1973 അച്ചാച്ചക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളുണ്ട് ഗൈസ്. ഇത് സെന്റ് റീത്താസ് ഹൈസ്കൂള് പൊന്നുരുന്തി കൊച്ചിയിലെയാണ്. അവിടെ നിന്ന് യൂത്ത് ഫെസ്റ്റിവലിന് 1973 കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 74 കിട്ടിയതുണ്ട്, 75 കിട്ടിയതുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഏകദേശം 50 വർഷം പഴക്കമുണ്ട് ഗൈസ് ഈ സർട്ടിഫിക്കറ്റ്. അപ്പം ഇത് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഇതൊന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കാം അല്ലേ. എനിക്കറിയില്ല, അന്നൊന്നും അച്ചായി പോലും ഇല്ല. അച്ചാച്ച സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായ. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇത് ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പോവാണ്. പക്ഷെ ഇത് ഫ്രെയിം ചെയ്ത് കൊടുത്തു കഴിയുമ്പോ എങ്ങനെയായിരിക്കും റിയാക്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അല്ലെ. ഇത് കണ്ടപ്പോ ഞങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞ ഒരു ആന്റിക് പീസ് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം 73 ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോ എന്താ പറയാ, അതും എന്തിനാണെന്ന് പറഞ്ഞില്ല കേട്ടോ, പാട്ടിനാട്ടാ. അതെ, നാഷണൽ ആന്തം യൂത്ത് ഫെസ്റ്റിവലിന് പാടിയതിന്റെ സർട്ടിഫിക്കറ്റുകളാണ്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് അങ്ങനെ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ ഞങ്ങള് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അത് കണ്ടു കഴിയുമ്പോ എന്താവും അറിയില്ല, ചിലപ്പോ ചീറ്റി പോവല്ലേ പോലെ. ഇതെന്താന്നറിയോ, അച്ചാച്ചക്കൊരു നൊസ്റ്റാൾജിയാണ്, ഒരു ഓർമ്മയാണ് അല്ലേ. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. ഓപ്പൺ. ആർക്കും അറിയില്ലല്ലോ. അല്ല അങ്ങനെയല്ല, പൊളിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഗസ് ചെയ്യാൻ ഫ്രെയിം ആണോ? ആ ഫ്രെയിം ഒക്കെ തന്നെയാണ്, ഫ്രെയിമാണ്. ആ ഫോട്ടോ ഒന്നല്ല, എടുത്തു നോക്ക്. എന്നാ ഓക്കെ, ഓപ്പൺ ചെയ്തോ. ആ കീറിക്കോ. അതെ, ഗിഫ്റ്റ് പൊതിഞ്ഞത് തക്കുവാണ്. ഫോട്ടോ ഫ്രെയിം ഞങ്ങളുടെ കേസ് ചേർത്താണെന്നുണ്ടാ. ഫോട്ടോ ഫ്രെയിം ആണ്. ഫോട്ടോ ഫ്രെയിം എന്ത് വെച്ചുള്ള ഫോട്ടോ ഫ്രെയിം ആണെന്നുള്ളത് ഈശ്വര, ചീറ്റി പോകണ്ടേ. കാണണ്ടേ? ഓപ്പൺ. എനിക്കത് ഓപ്പൺ ചെയ്യാൻ പോവാണോ? 1 2 3 ഓപ്പൺ. നാട്ടിലാത്തത്തിന് സെക്കൻഡ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയടാ? ശൈലേന്ദ്രൻ. ഇതൊക്കെ ഞാൻ 50 വർഷം പഴക്കമുണ്ട്. 50 വർഷം പഴക്കമുണ്ട്. ഇത് എത്രയിൽ പഠിക്കുമ്പോ ഉള്ളതാ? ഇത് എത്രയിൽ പഠിക്കുമ്പോ ഉള്ളതാ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? 5 മുതൽ സെന്റ് റീത്താസിൽ പഠിച്ചേ. 5 മുതൽ 10 വരെ. ഇത് 9ൽ പഠിക്കുമ്പോ. ഇത് ഗ്രൂപ്പ് മ്യൂസിക്. ഇതൊക്കെ ഞാൻ ഇതിലൊന്നും ചേർത്തിട്ട് പോലും ഇല്ല. ഇതൊക്കെ ഞാൻ മേടിച്ചത് സെക്കൻഡ്
ഫസ്റ്റ് ഇത് ഗ്രൂപ്പ് മ്യൂസിക് ഫസ്റ്റ് കിട്ടിയത് എനിക്ക് എക്സാം സെക്കൻഡ് തേർഡ് കിട്ടി. എന്തായാലും കിട്ടിയ ഗ്രൂപ്പ് മ്യൂസിക് എന്താണ് എന്തിനാണെന്നറിയോ? യൂത്ത് ഫെസ്റ്റിവലിന് 50 വർഷം പഴക്കമുണ്ട്. 50 വർഷം. നിങ്ങൾക്കൊന്നും എന്നെ ഒരു വിലയില്ല കണ്ടാ. ഇത് മേശ നീട്ടിയതായിരിക്കല്ലേ? അതാണ് ഞാൻ വലിച്ചെറിഞ്ഞു. ഗൈസ് അപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടെ സർപ്രൈസ് ഗുണ്ടായില്ല. നമ്മുടെ സർപ്രൈസ് സാധനം തന്നെ ഫ്രെയിം ചെയ്തേക്കും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ടിരുന്ന സാധനങ്ങള് എനിക്ക് മോനത് എടുത്ത് ശ്രദ്ധിച്ച് ഫ്രെയിം ചെയ്ത് എനിക്ക് സൂപ്പർ അടിപൊളി. പേരക്കുട്ടി പേരക്കുട്ടിയുടെ ഗിഫ്റ്റ് ആണത്. അടിപൊളി. ഇപ്പൊ ഞാനൊരു ഗായകനാണെന്നും ഒരു എനിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായല്ല. നിസ്സാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഓക്കെ ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സർപ്രൈസ്. അപ്പൊ നമുക്ക് വീട്ടിൽ പോലെ ബൈ.